സമസ്ത അർദ്ധവാർഷിക പരീക്ഷ 3-ാം ക്ലാസ് അത്തൊത്തുബീഖു ഫിൽ ഫിഖ് പ്രാക്ടിക്കൽ പരീക്ഷ വുളൂ. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക? കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ചോദ്യത്തിൻ്റെ മോഡൽ രൂപം എങ്ങനെയാണ്? തുടങ്ങിയ എല്ലാ സംശയങ്ങളും നീക്കുന്ന രൂപത്തിൽ എല്ലാ വിഷയവും ഉൾപ്പെടുത്തിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ആദ്യമേ പറയുന്നു, മുഴുവനായി തന്നെ എല്ലാവരും കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടു കഴിയുന്നതിലൂടെ തന്നെ നല്ലൊരു ഐഡിയ ലഭിക്കുകയും നല്ല മാർക്ക് അതുവഴി സ്കോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. തത്ബീഖു ഫിൽ ഫിഖ് എന്നാണ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പറയുന്നത്. മുകളിലുള്ള കള്ളിയിൽ പ്രവർത്തനങ്ങൾ വുളൂ ആണ്. നിർദ്ദേശിക്കപ്പെട്ട മാർക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ലഭിക്കുന്ന മാർക്ക് നമുക്ക് ആ ഒഴിഞ്ഞ കളിയിൽ ഉസ്താദ് ഇട്ടുതരും. അതിൽ നിങ്ങൾ നോക്കൂ, ഒന്നാമത്തത് കിബിലക്ക് മുന്നിടൽ. അതൊരു സുന്നത്താണ്. അപ്പോൾ വുളുവിൻ്റെ സുന്നത്തായ കാര്യങ്ങളും ഫർളായ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പൂർണ്ണ വുളു ആണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കിബിലക്ക് മുന്നിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഒരു മാർക്ക് നമുക്കതിന് കിട്ടും, അത് പരിഗണിച്ചാൽ. പിന്നെ നീയത്ത്, സുന്നത്തായിട്ടുള്ള വുളു, സുന്നത്തായിട്ടുള്ള നീയത്തുകൾ. കാരണം സുന്നത്തായ കർമ്മങ്ങൾക്ക് നമ്മൾ മനസ്സിൽ ഇത് സുന്നത്തായ കർമ്മങ്ങളാണ് എന്ന് കരുതണമല്ലോ, എങ്കിലല്ലേ കൂലി കിട്ടുള്ളൂ. അതിന് 2 മാർക്ക്. മൂന്നാമത്തത് അഊദും ബിസ്മിയും 2 ഷഹാദത്ത് കെലിമയും ശേഷമുള്ള ദിക്റും നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിൽ 4 മാർക്കാണ്. നാലാമത്തത് മുൻകൈ 3 തവണ കഴുകൽ, അതിന് 3 മാർക്കാണ്. ഇനി 5-മത്തത് ബ്രഷ്, മിസ്വാക്ക് ചെയ്യൽ, 2 മാർക്കാണ്. അതിന് ബ്രഷ് കൊണ്ടുപോയിട്ടില്ലെങ്കിലും നമ്മൾ കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചാൽ ഉസ്താദിന് മനസ്സിലാവും കുട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ട്, അത് സുന്നത്താണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്. 6-മത്തത് നിങ്ങൾക്ക് വായിൽ വെള്ളം കൊപ്പിളിക്കൽ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ. ഇനി 7-മത്തത് നീയത്ത്, ഫർളാണ്. വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. അത് തന്നെ നമ്മൾ ഉച്ചരിച്ച് പറയണം, വായ കൊണ്ട് ഉറക്കെ പറയൽ പ്രത്യേകം സുന്നത്തുള്ളതാണല്ലോ. ഇനി 8-മത്തത് മുഖം മുഴുവനായി 3 പ്രാവശ്യം കഴുകൽ, അതിന് 6 മാർക്ക്. കഴുകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 9 കൈ 2 മുട്ടോടുകൂടി 3 പ്രാവശ്യം കഴുകൽ, 6 മാർക്കുണ്ട്. 10-മത്തത് തല 3 പ്രാവശ്യം തടവൽ, 3 മാർക്ക്. 11 ചെവി 2 ഒരുമിച്ച് തടവൽ, 3 മാർക്ക്. 12 വലത് കാലും തുടർന്ന് ഇടത് കാലും ഞെരിയാണി ഉൾപ്പെടെ 3 തവണ കഴുകൽ. കഴുകുമ്പോൾ ആദ്യം വലത്തെ കാല് തന്നെ കഴുകണം, പിന്നെയാണ് ഇടത്തെ കാല് കഴുകേണ്ടത്. 13-മത്തത് വുളൂഇൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയാണ്. നമ്മളെ പാഠഭാഗത്തിൽ വന്നിട്ടുള്ള ആ പ്രാർത്ഥന. ഇതാണ് ചോദ്യത്തിൻ്റെ രൂപം. ഇനി പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ വുളൂഇൻ്റെ ഫർളുകൾ എന്ന പാഠത്തിലൂടെയാണ് നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. 6 കാര്യങ്ങളാണ് വുളൂഇന് ഫർളുകളായിട്ട് വരുന്നത്. അതിൽ 1-മത് വരുന്നത് നിയ്യത്ത് ചെയ്യാനാണ്. അപ്പോൾ നിയ്യത്ത് എന്നുള്ളത് മെല്ലെ നമ്മൾ മനസ്സിൽ കരുതിയാൽ ഉസ്താദ് അറിയില്ല, അതുകൊണ്ട് നമ്മളത് വായ കൊണ്ട് പറയണം. വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നമ്മൾ ഉച്ചരിക്കുക, അപ്പോൾ ഉസ്താദിന് മനസ്സിലാവും കുട്ടിക്ക് നിയ്യത്ത് വെക്കാൻ അറിയാം. 2-മത് മുഖം കഴുകുക, വുളൂഇൻ്റെ ഫർളാണ്. മുഖം കഴുകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നനയേണ്ട ഭാഗങ്ങളൊക്കെ കൃത്യമായി നനയുന്നുണ്ടോ എന്ന് നമ്മൾ അതിന് മുന്നേ നമ്മൾ വുളൂ എടുത്ത് ഉറപ്പ് വരുത്തുക. 3-മത് വന്നിട്ടുള്ളത് 2 കൈയും മുട്ടോടുകൂടി കഴുകുക എന്നുള്ളത്. നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നില്ലേ, ഈ രൂപത്തിൽ കഴുകുക. 4-മത്തത് തലയിൽ നിന്ന് അല്പം തടവുക. അല്പം തടവുക എന്നുള്ളത് ചെയ്യൽ നിർബന്ധമാണ്, അല്പമെങ്കിലും തടവണം. ഇത് മുഴുവനായി ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. 5-മത്തത് 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. കഴുകുന്ന രൂപം നിങ്ങൾ നോക്കുക, ആ രൂപത്തിൽ ചിത്രത്തിൽ കാണുന്ന രൂപത്തിൽ തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുക. 6-മത്തത് ഇവയെല്ലാം വൈക്ക് വയ്യായി ചെയ്യുക, ഓർഡറിൽ തന്നെ ചെയ്യുക. ആദ്യം പറഞ്ഞത് ആദ്യം, 2-മത് പറഞ്ഞത് 2-മത്, ഈ ഓർഡർ സ്വീകരിക്കുക. ഇനി നമുക്ക് വുളൂഇൻ്റെ സുന്നത്തുകൾ പരിചയപ്പെടാം. വുളൂഇന് ഫർളുകൾ മാത്രമല്ല സുന്നത്തുകളുമുണ്ട്. ഫർളുകൾ മാത്രം ചെയ്തുകൊണ്ട് വുളൂ ചെയ്താലും വുളൂ ശരിയാവും. സുന്നത്തുകൾ കൂടി ചെയ്താൽ മാത്രമേ പൂർണ്ണമായ വുളൂ ആവുകയുള്ളൂ. അപ്പോൾ പൂർണ്ണമായ വുളൂ ആവണമെങ്കിൽ നമ്മൾ ഈ താഴെ പറയുന്ന വുളൂവിൻ്റെ സുന്നത്തുകളെല്ലാം നമ്മൾ എടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ വുളൂ ഉണ്ടായിരിക്കേണ്ടത്. വുളൂവിൻ്റെ സുന്നത്തുകൾ നമുക്ക് പരിചയപ്പെടാം എന്ന് പാഠഭാഗത്തിലുണ്ട്. അതിൻ്റെ താഴോട്ട് ഒരുപാട് സുന്നത്തുകൾ പറയുന്നുണ്ട്. ഈ സുന്നത്തുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഉസ്താദിന് വുളൂ എടുത്തു കൊടുക്കേണ്ടത്. കിബിലയിലേക്ക് മുന്നിടുക. വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്തോടുകൂടി അഊദും ബിസ്മിയും
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറൻ എന്നു ചൊല്ലിക്കൊണ്ട് മുൻകൈ രണ്ടും കഴുകുക. അപ്പോൾ ഈ രൂപമാണ് വുളൂഇൻ്റെ തുടക്കം, കിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ ദിക്റുകൾ നമ്മൾ പഠിക്കാനുള്ളതാണ്. അടുത്തൊരു സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക. നേരത്തെ അതിൽ ബ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു കൊടുത്താൽ മതി. ശേഷം വായിൽ വെള്ളം കൊപ്പിളിക്കുക, അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുക. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ്. ചെയ്യുന്ന രൂപം ഉസ്താദ് കാണിച്ചു തന്നിട്ടുണ്ടാവും. പിന്നെ നീയത്ത് ഉച്ചരിക്കൽ, ഞാൻ പറഞ്ഞല്ലോ നീയത്ത് മനസ്സിൽ കൊണ്ടുവരലാണ് ഫർള്, ഉച്ചരിക്കൽ സുന്നത്താണ്. അടുത്തത് 2 കൈയും മുട്ടിന് മുകളിലേക്ക് കൂടി കഴുകുക. അപ്പോൾ മുട്ടുൾപ്പെടെ കഴുകാനാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ അതിൻ്റെ മുകളിലേക്ക് എത്ര കഴുകുന്നോ അത്രയും നല്ലതാണ്. അതൊക്കെ നീട്ടി കഴുകുക, മുകളിലോട്ട് കഴുകുക എന്നുള്ളത് സുന്നത്താണ്. തല മുഴുവൻ തടവുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്പം തടവലാണ് ഫർള്, മുഴുവൻ തടവൽ സുന്നത്താണ്. 2 ചെവികളും ഉള്ളും പുറവും തടവുക. 2 ചെവിയുടെ ഉള്ളും പുറവും തടവുക. മുഖം കൈകാലുകൾ നീട്ടി കഴുകുക. അങ്ങനെ പറഞ്ഞാൽ മുഖത്തിൻ്റെ അതിർത്തിയുടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് നീട്ടലാകും. കാല് ഞെരിയാണി വരെയാണ് കഴുകുന്ന അതിൻ്റെ സ്ഥലം. എന്നാൽ അതിൻ്റെ മേലോട്ട് കഴുകുമ്പോൾ അത് നീട്ടി കഴുകലാവും. അടുത്തത് കൈകാലുകൾ കഴുകുമ്പോൾ വലതിനെ മുന്തിക്കുക. അപ്പോൾ വലത്തെ കൈ വലത്തെ കാല് ഇതൊക്കെ ആദ്യം ചെയ്യുക, എന്നിട്ട് ഇടത്തേത്. മുകളിൽ പറഞ്ഞതെല്ലാം 3 തവണ ചെയ്യുക. ഒരു പ്രാവശ്യം ചെയ്യലേ നിർബന്ധമുള്ളൂ, എന്നാൽ 3 പ്രാവശ്യം ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. 1 കഴിഞ്ഞാൽ 2ഉം 3ഉം സുന്നത്താണ്. അവസാനം 2 കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി ദുആ ചെയ്യുക. ദുആ ഇതാണ്: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതത്വഹിരീന വജ്അൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇതാണ് പ്രാർത്ഥന. ഇതോടുകൂടെ പാഠഭാഗത്തിൽ പരാമർശിച്ച വുളൂഇൻ്റെ സുന്നത്തുകൾ കഴിഞ്ഞു. ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി പൂർണ്ണമായി നല്ലൊരു വുളൂ എടുത്തു കൊടുക്കുക. മുഴുവൻ മാർക്കും നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണമെന്നും ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സന്തോഷം അറിയിച്ച് കമൻറ്റിലൂടെ താങ്ക്സോ മറ്റോ എഴുതുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.